കണ്ണൂർ ചെറുകുന്ന് ക്ഷേത്രത്തിൽ 2 ആനകൾ ഇടഞ്ഞു, ഒരാനയെ തളച്ചു. ഉത്സവത്തിനായി സ്ഥാപിച്ച വട്ടപ്പന്തലിന്റെ തൂൺ തകർത്തു. ക്ഷേത്ര പരിസരത്ത് വൈദ്യുതിയും മുടങ്ങി. നിഖിൽ അളവൂർ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഇത് എപ്പോഴായിരുന്നു സംഭവം? രണ്ടാമത്തെ ആനയെ തളയ്ക്കാനുള്ള ശ്രമം അത് എങ്ങനെയാണ് നടക്കുന്നത്? കണ്ണൂർ ചെറുകുന്നിലാണ് 2 ആനകൾ ഇടഞ്ഞത്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നിഖിൽ, ഈ രണ്ടാമത്തെ ആനയെ തളയ്ക്കാനുള്ള ശ്രമം അതെങ്ങനെ നടക്കുന്നു? എപ്പോഴായിരുന്നു സംഭവം? രണ്ടാമത്തെ ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഈ 2 ആനകളാണ് അല്പസമയം മുൻപ് അവിടെ ഇടഞ്ഞത്. ഒന്നാമത്തെ ആനയെ പിന്നീട് എലഫന്റ് സ്ക്വാഡ് അതിനെ തളയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ രണ്ടാമത്തെ ആന ക്ഷേത്രോത്സവത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച വട്ടപ്പന്തലിനകത്ത് ഇപ്പോഴും ഓടി നടക്കുന്നു എന്നാണ് അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ക്ഷേത്രത്തിലെ ഈ ആചാരത്തിന്റെ ഭാഗമായി അവിടെ നിർമ്മിച്ച വട്ടപ്പന്തലുകളുടെ തൂണ് ആന തകർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ തിക്കിലും തിരക്കിലും പെട്ടാവണം അവിടെ വൈദ്യുതി മുടങ്ങി എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ക്ഷേത്ര പരിസരത്ത് വൈദ്യുതി മുടങ്ങി എന്നൊരു വിവരം കൂടി ഏതായാലും ലഭിക്കുന്നുണ്ട്. ഈ ആന ഇപ്പോഴും ക്ഷേത്രത്തിന്റെ വട്ടപ്പന്തലിനകത്ത് ഓടി നടക്കുകയാണ്. പോലീസ് സ്ഥലത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസ് എത്തി അവിടെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റുകയാണ്. വലിയൊരു പരിഭ്രാന്തി ഈ ഉത്സവത്തിനെത്തിയ ആളുകൾക്കിടയിൽ രൂപപ്പെട്ടിരുന്നു. ആളുകളൊക്കെ പല ഭാഗങ്ങളിലേക്കായി ചിതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഉണ്ടായതെന്നാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആദ്യത്തെ ആനയെ വളരെ പെട്ടെന്ന് എലഫന്റ് സ്ക്വാഡിന് തളക്കാൻ സാധിച്ചു. രണ്ടാമത്തെ ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, കണ്ണൂർ ചെറുകുന്നിലാണ് അമ്പലത്തിൽ 2 ആനകൾ ഇടഞ്ഞത്. ഒരാനയെ തളച്ചു. രണ്ടാമത്തെ ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആളുകളെല്ലാം സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള നടപടികളും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ അളവൂർ.